ഫ്രണ്ട്സ്, ഏജസ് ഫ്രണ്ട് ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റജിപ്പാപ്പയുടെ കണ്ടത്തിലേക്ക് പോവാണ്. അന്നേരം അവിടെ കുറേ പയറും ഒക്കെ ഉണ്ട്. അന്നേരം നമ്മൾ അത് കാണാൻ പോവാണേ. ഇതാണ് റജിപ്പാപ്പ. ഞങ്ങൾ എന്നാലും റജിപ്പാപ്പയുടെ കണ്ടത്തിലോട്ട്, വീടിൻ്റെ അടുത്തുള്ള കണ്ടത്തിലോട്ട് പോവാണേ. അപ്പോൾ ഇനി നമ്മൾ കണ്ടത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ചേട്ടാ, ഞങ്ങൾ കണ്ടത്തിലോട്ട് പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയേ. ഞാൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം കട. ആ കടയുടെ പേരാണ് നമ്മുടെ സ്വന്തം കട. അപ്പം ഞങ്ങളിങ്ങനെ ആറുമനൂര് പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വയല്. ഇപ്പോൾ കണ്ടത് എൻ്റെ കൂട്ടുകാരി ശ്രേയയുടെ വീടാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി പോയാൽ കണ്ടത്തിലോട്ടുള്ള വഴിയാണ്. ഞങ്ങളിതുവഴി കാറ് കൊണ്ട് പോവാണ്. കണ്ടോ, ഇതൊരു റബ്ബറും തോട്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കണ്ടത്തിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണിത്. അപ്പം ഞങ്ങൾ നടന്ന് കണ്ടത്തിൽ എത്താറായത്. ഞങ്ങളിപ്പോൾ കണ്ടത്തിലോട്ട് ഇറങ്ങുവാണ്. ഇതൊരു കനാലാണ്. അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങൾ പതിയെ വീഴാതെ ചാടി കണ്ടത്തിലോട്ട് ഇറങ്ങി. അച്ഛയും റജിപ്പാപ്പയും ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ കണ്ടം. അച്ഛൻ റജിപ്പാപ്പയും ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങളിവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുവാണ്. ഇത് ആണ് റജിപ്പാപ്പയുടെ പയറ് കൃഷി. ഇതിന് വെള്ളരിയും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പയറ് മാത്രമല്ല. ഇതാണ് കേട്ടോ അവിടെ വെള്ളം എടുക്കുന്ന കുളം. റജിപ്പാപ്പ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് പയറിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റജിപ്പാപ്പ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ എനിക്കൊരു അപ്പൂപ്പന്താട് കിട്ടി. അത് വെച്ചിട്ട് ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റജിപ്പാപ്പ പയറിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. ചെറിയൊരു കേരളത്തിൽ വന്നിട്ടുണ്ട്. മരുന്നടിക്കണം, തിങ്കളാഴ്ച മരുന്നടിക്കണം. വളം എല്ലാം പടപെടാണ്. ചെറുതായിട്ട് വന്ന് മരുന്നടിക്കണം. ഇത് വെള്ളരി കിളുത്ത് വന്നതാണ് കേട്ടോ. നാളെ മുളച്ചാൽ മതി. ശരിക്കും പറയാം, ഞാനിവിടെ റെഡിയായി. ഞാൻ അന്നേരം പിന്നെ അപ്പൂപ്പൻ തടി കിട്ടി. അതും പറത്തി കളിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇനി റജിപ്പാപ്പ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്ന കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞു കുളമാണ്. ഇതാണ് കേട്ടോ മെയിൻ കുളം. രണ്ട് വലിയ കുളങ്ങളുണ്ട്. അപ്പം അതിൽ ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് റജിപ്പാപ്പ പോവാണ്. ഈ പയറിന് വളമിടുന്ന കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ റജിപ്പാപ്പ പറഞ്ഞു തരുന്ന വിധമാണ്. നിങ്ങൾ എന്തായാലും കേട്ട് നോക്ക്.
ആദ്യത്തെ വളം വരുന്നത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ വളം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതിന്റെ വട്ടം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് വെട്ടിക്കിട്ടും. വളത്തിന് മുകളിലേക്ക് ഈ മണ്ണ് ഇങ്ങനെ തട്ടിയൊന്ന് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞു ഇവിടെ നിറയെ പുല്ലാണ് കേട്ടോ. ഇഷ്ടം പോലെ പുല്ലുകളുണ്ട് ഇതിനകത്ത്. കണ്ടോ, ഫുള്ളും പുല്ലാണ് ഇവിടെയൊക്കെ. നല്ല രസമാണ് ഇവിടെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, അവിടെ പുല്ലൊക്കെ നിറഞ്ഞു നിന്നിട്ടും നല്ലൊരു എന്താ പറയുക, ഒരു പുൽമത്ത പോലൊരു ഫീല്. നല്ല രസമുണ്ടായിരുന്നു. നേരെ അവിടെ കിടന്ന് ഉണങ്ങിയ പുല്ലിൻ്റെ മുകളിൽ കിടന്ന് ഞാനവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കൊക്ക് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്കതിനെ ഓടിക്കാനായിട്ടൊരു കൊതി. അപ്പം ഞാൻ അതിനെ ഓടിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉണങ്ങിയ മരമാണ്. നല്ല രസമുണ്ട് കേട്ടോ ആ മരം. രജിപ്പപ്പ പിന്നെയും വന്ന് വെള്ളം കോരുവാണ്. രജിപ്പപ്പ അവിടെ വെള്ളം കോരിക്കൊണ്ട് പയറിനൊഴിക്കാൻ പോവാണ്. ഇത് കൈതയാണ് കേട്ടോ. ഇതിലൊരു ചക്ക ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ചക്ക കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് നെല്ലാണേ. അത് ആ പുല്ലിൻ്റെ അകത്ത് കിടന്ന് കിളുത്തതാണ് കേട്ടോ. ഇത് ഒരുപാട് നെല്ലവിടെ നിൽപ്പുണ്ട്. കൃഷിയെ പറ്റി 2 വാക്കുകൾ. കൃഷിയെപ്പറ്റി 2 വാക്ക് പറയാനിത് ഇപ്പം നമ്മൾ 180 ചുവട് 180 തടം ചുവട് അങ്ങനെ പറയാം. അതാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. അതിൽ വെള്ളരിയുണ്ട്, പയറുണ്ട്. നമ്മുടെ ഇത്രയും ഈ സ്ഥലത്തുനിന്ന് നമുക്ക് ഒരു പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ഒരു 60 കിലോ 80 കിലോ 90 കിലോ 60-80 കിലോ എങ്കിലും നമുക്കൊരു പ്രാവശ്യം ഇവിടുന്ന് നമുക്ക് പയർ തന്നെ വിളവ് കിട്ടേണ്ടതാണ്. വെള്ളരിയുടെ കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും അത് കൂട്ട് മോശമല്ല. ഞാനിത് നേരത്തെ വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് തമ്പുരാൻ തരുന്ന പോലെയാണ്. കേടും അതും ഇതൊക്കെ വരും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 80 കിലോ പയർ ഓക്കെയാണ്. ഒരു 3-4ാമത്തെ ട്രിപ്പ് തൊട്ട് നമുക്ക് പയറെടുക്കാൻ പറ്റും. 80 കിലോ വെച്ചെടുക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് പയറും തൈയൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാം തമ്പുരാൻ തരുന്ന പോലെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. ഇത് കനാലാണ് കേട്ടോ. പിന്നെ ഇത് പിന്നെ റജിപ്പപ്പ തന്നെ ഉണ്ടാക്കിയ കവുങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ്. ഇതൊരു 2 മണിക്കൂർ എടുത്താണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങൾ എന്തായാലും ഇതുവഴി നടന്ന് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ടാറ്റാ.